ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മോഡൽ എക്സാം എന്ന് പറയുന്നൊരു വലിയ തലവേദന ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുക. ഇനി പബ്ലിക് എക്സാമും കൂടെ കഴിഞ്ഞ് കിട്ടിയാൽ എല്ലാവർക്കും ആശ്വാസമാകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ അല്ലെ ഒരു സ്റ്റഡി റൊട്ടീൻ, അങ്ങനെ ഒരു വീഡിയോ ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഇന്നലെ നല്ല സന്തോഷമായിരുന്നു. ഇപ്പോഴത്തേക്കിനും മോഡൽ എക്സാം കഴിഞ്ഞു വന്നു, കിടന്നുറങ്ങി. ഇന്നലെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അപ്പം ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി ഞങ്ങൾക്ക് കണക്ക് കൂട്ടിയപ്പോഴത്തേക്കിനും 11 ദിവസം കൂടിയുള്ളൂ നമുക്കിനി പബ്ലിക് എക്സാം, ഹിന്ദി എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇന്നലെ എക്സാമിനറിൻ്റെ ലൈവ് കണ്ടായിരുന്നു, ഒരു സ്റ്റഡി ടിപ്പ് അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാൻ എന്നും പറയും. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് വേണ്ടിയിട്ട് സാറ് പറഞ്ഞു തന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ആദ്യം ഫിസിക്സ് നോക്കേണ്ട കാര്യമില്ല. ഇനി ആദ്യം നോക്കേണ്ടത് കെമിസ്ട്രിയും മാത്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രി 3ാമത്തെ പരീക്ഷ, അതിന് വലിയ ഗ്യാപ്പില്ല. മാത്സിനും വലിയ ഗ്യാപ്പില്ല. ഫിസിക്സ് കഴിഞ്ഞ് 2 ദിവസം കൂടിയുള്ളൂ മാത്സ്. എന്നാൽ ഞങ്ങൾക്ക് ബയോളജി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കെമിസ്ട്രി കഴിഞ്ഞ് ഒരു 6-7 ദിവസമുണ്ട് ഫിസിക്സിനും പിന്നെ മാത്സിനും പഠിക്കാത്തതുകൊണ്ട് സാറ് പറഞ്ഞ് മാത്സ് ആദ്യം നോക്ക്, മാത്സും കെമിസ്ട്രി ആദ്യം പഠിക്കാൻ, അത് കഴിഞ്ഞിട്ട് വേണം ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ അത്യാവശ്യം ദിവസമുണ്ട്, 4 ദിവസമുണ്ട്. അപ്പം ഇന്നലെ മോഡൽ എക്സാം കഴിഞ്ഞു വന്നതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെയൊന്നും പഠിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ 2 ഈസി ചാപ്റ്റേഴ്സിലെ മാത്സിലെ കോംപ്ലക്സ് നമ്പർ ഈസി എന്നല്ല, പക്ഷേ നമുക്ക് അറിയാവുന്നതും കുഴപ്പമില്ലാത്തൊരു ചാപ്റ്ററും പിന്നെ സെറ്റുമാണ് ഇന്ന് പഠിക്കുന്നത്. പിന്നെ കെമിസ്ട്രിയുടെ 3ഉം 4, ഞാൻ ആദ്യം 2ഉം 3ഉം എഴുതി, പിന്നെ 3ഉം 4 ആക്കി. 2ാമത്തെ ചാപ്റ്റർ കുറേ പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഭയങ്കര മടുപ്പായെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇന്ന് 3ഉം 4ഉം ആക്കി. എനിക്ക് തോന്നുന്നത് മോഡൽ എക്സാമിൻ്റെ പേപ്പർ തരത്തില്ലെന്നാണ്. അങ്ങനെയാണ് ടീച്ചേഴ്സിൻ്റെയൊക്കെ പറച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നത്. റെമഡിയൽ സ്റ്റുഡൻസിനെ നോക്കുന്നുള്ളെന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞ് കേട്ടത്. നമുക്ക് അത്യാവശ്യം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി സ്ട്രെസ് ചെയ്തൊന്നും പഠിക്കുന്നില്ല. ഒരു ദിവസം 4 ചാപ്റ്റേഴ്സ്, ആ 4 നന്നായിട്ട് പഠിക്കണം. പിന്നെ ഒരു 5 to 6 മണിക്കൂർ ഉറക്കം, 8 to 9 മണിക്കൂർ വരെ പഠിത്തം. അങ്ങനെയൊക്കെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഏതായാലും പോയി, ഇന്ന് ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പം ഞാനിനി സ്കൂളിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. ഇനി പോകേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാനിങ്ങിട്ട് നാളെ മുതലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണിക്ക് എഴുന്നേറ്റും നമ്മൾ 11-12 മണിക്ക് കിടക്കുന്ന ആ ഒരു ടൈം ടേബിൾ, അങ്ങനത്തെ ഒരു രീതിയിൽ. ഇനി അങ്ങനെ പഠിച്ചില്ലേ നമുക്ക് ഈ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് പറയാം, നമ്മൾ എളുപ്പം ആ കാര്യങ്ങൾ ചോദിച്ചു, പക്ഷെ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചെടുക്കേണ്ട രീതിയിൽ നമ്മൾ അത്രത്തോളം എത്തിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനിയും നന്നായിട്ട് പഠിക്കണം. അതുകൊണ്ട് അങ്ങനത്തെ വേണ്ടിയിട്ടൊരു ടൈം ടേബിളാണ് ഞാൻ എഴുതിയത്. ഞാൻ എൻ്റെ ഫോട്ടോ കാണിച്ചേക്കാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ നാളെ ഒരു മാത്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഉള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.